ജയചന്ദ്രൻ മാഷിലെ ജയചന്ദ്രൻ രണ്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇത് CPM-നെ സംഘടനാപരമായി പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പ്രതിപക്ഷത്തിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ പോകുന്നുണ്ടോ? രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ചർച്ചയിൽ KG ജേക്കബ് പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയമായി വിശദീകരിക്കാതെ പകരം പാർട്ടിക്ക് അതിൽ എന്തുണ്ട് കാര്യം എന്നൊരൊറ്റ ചോദ്യം ചോദിച്ച് കൈയൊഴിയുന്നത് നിരുത്തരവാദപരമല്ലേ? ജയചന്ദ്രൻ. ജയചന്ദ്രൻ എന്നോടാണോ? അതെ, താങ്കൾ ചോദിച്ചത്. അല്ല, ഞാൻ ആദ്യം പറഞ്ഞത് കേൾക്കാൻ കഴിയുമായിരുന്നോ? ഇടയ്ക്ക് കട്ടായി പോയത്. ആദ്യം പറഞ്ഞത് കേൾക്കുന്നുണ്ടായിരുന്നു? കേട്ടിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് ഈ ഓക്കെ അദ്ദേഹം RSS നേതാവ് ദത്താത്രേയയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ പറ്റി ആണല്ലോ ഇപ്പോൾ പുറത്തു വന്ന വിവാദത്തിൽ വരുന്നത്. ഞാനത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ കിട്ടിയ ഒരു അന്വേഷണത്തിൽ കിട്ടിയൊരു വിവരം എന്ന് പറഞ്ഞാൽ, ഈ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസുകാരും ഈ വിഷയം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ട് ചെയ്തത് ഇൻഫോർമൽ പേഴ്സണൽ എന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത്. ഈ ADGP-യുടെ ദത്താത്രേയയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവർ ADGP ഇന്റലിജൻസിനാണ് റിപ്പോർട്ട് കൊടുത്തത്. ആ ADGP ഇന്റലിജൻസിന് കൊടുത്ത റിപ്പോർട്ടിൽ ഇൻഫോർമൽ പേഴ്സണൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അന്വേഷണം പോയിട്ടുമില്ല. ഇപ്പോൾ 16 മാസം കഴിഞ്ഞു ആ സംഭവം നടന്നിട്ട്. ഈ 16 മാസത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത്തരമൊരു വിഷയം പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്തെ മറ്റാരെങ്കിലുമോ മാധ്യമങ്ങളോ കേരളീയ പൊതുസമൂഹത്തിൽ ഉന്നയിച്ചില്ല എന്ന വാസ്തവമാണ്. പക്ഷേ ഡിസംബർ മാസത്തിൽ വീണ്ടും മറ്റൊരു RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തി റാം മാധവ് ഡിസംബറിൽ കോവളത്ത് വെച്ച് അതും സ്പെഷ്യൽ ബ്രാഞ്ചും ഈ പറയുന്ന ഇന്റലിജൻസും റിപ്പോർട്ട് കൊടുത്തു. ഇൻഫോർമൽ പേഴ്സണൽ. അതെ, ഞാൻ പറയുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ഇതിങ്ങനെ വരാൻ കാരണം? ഇത് എവിടുന്നാണ് വന്നതെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പോലീസിന്റെ ഉന്നതങ്ങളിൽ തന്നെയാണ്, കേരള പോലീസിന്റെ ഉന്നതങ്ങളിൽ തന്നെ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെയാണ് ഈ വിവരം പ്രതിപക്ഷത്തിന് കൈമാറപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതും ഉത്തരവാദിത്തോടെ തന്നെയാണ് പറയുന്നത് കേട്ടോ. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുക എന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ, എങ്ങോട്ടാണ് അതിൻ്റെ ഡയമെൻഷൻസ് നിൽക്കുന്നതെന്നുള്ളത്. അതാണ് ഒരവസ്ഥ. ഇത് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ CPM-നെ സംബന്ധിച്ച് കഴിയില്ല. അത് താങ്കൾ ചോദിച്ചത് വസ്തുതയാണ്. CPM അങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പ്രധാനമാണ്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതല്ല പ്രധാനം. അവിടെ ഇത് ഉയരുന്ന ഇത് ചർച്ചകളായി ഉയർത്തപ്പെടും എന്നുള്ളതുമല്ല പ്രധാനം. ഇത്തരം ഒരു പ്രശ്നം കേരളത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് കേന്ദ്രത്തിൽ, PHQ എന്ന് പോലീസുകാർ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇത്തരത്തിലാണ് സംഭവഗതികളുടെ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് വിവിധ മാനങ്ങൾ ഇപ്പം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇതിൽ അൻവർ ഭരണം കുളം കലക്കുന്നതിനോ ഒന്നുമല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അതിൻ്റെ അകത്ത് ചില എലമെന്റ്സ് ഉണ്ട്. അത് ഡിസ്ട്രക്റ്റീവ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിസ്ട്രക്റ്റീവ് അല്ല, നശീകരണാത്മകമല്ല അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ. തീർച്ചയായും അത് ഒരു പരിധിവരെ, വലിയൊരു പരിധിവരെ കൺസ്ട്രക്റ്റീവാണ്. പക്ഷെ അദ്ദേഹം അത് ഡിസ്ട്രക്റ്റീവ് അല്ല അൻവറിന്റെ പരിശ്രമങ്ങൾ എന്ന് പറയുമ്പോഴും എത്രത്തോളം കൺസ്ട്രക്റ്റീവ് ആവാൻ കഴിയുന്നുണ്ട്, അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഒരു ഭാഗത്ത്